നമസ്കാരം. സാഗർ എക്സ്പ്രസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് ഫുഡ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന സ്ട്രാറ്റജീസിനെ പറ്റിയും അവിടെ എന്തൊക്കെയാണ് അവിടെ കാണാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പ്ലാന്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്, അനിമൽസിന്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ ഫിഷസിന്റെ കാര്യം, ബീ കീപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് പോർഷനിലേക്ക് കടക്കാം. ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്താണ് ഈ ഫുഡ് പ്രൊഡക്ഷനിൽ എൻഹാൻസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും എന്ത് വേണം? ഫുഡ് വേണം. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് മനുഷ്യരെല്ലാം ആശ്രയിക്കുന്ന പ്ലാന്റ്സിനെ ആയിരിക്കും, ഇല്ലെങ്കിൽ അനിമൽസിനെ ആയിരിക്കും. മിൽക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യും? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ പ്ലാന്റ്സിന്റെയും അതുപോലെ അനിമൽസിന്റെയൊക്കെ പരിപാലനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡ് പ്രൊഡക്ഷനിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രിൻസിപ്പിൾസ്, ബയോളജിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഫുഡ് പ്രൊഡക്ഷൻസ് എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഇനിയിപ്പം നമ്മളുടെ സയൻസും ടെക്നോളജിയും ഒക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വളർച്ച ഏതിലും വന്നിട്ടുണ്ട്, ഈ ഒരു ഫുഡ് പ്രൊഡക്ഷന്റെ കാര്യത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന രണ്ട് മേജർ ടെക്നോളജീസ് ആണ് എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയും ടിഷ്യൂ കൾച്ചറും. അപ്പോൾ ഈ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയും അതുപോലെ ഈ ടിഷ്യൂ കൾച്ചറും എന്ത് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫുഡ് എൻഹാൻസ്മെന്റിന്, ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അനിമൽസിന്റെ കാര്യമായാലും അവിടെ ഡക്ക് വരാം, ഹെൻ വരാം, പിക്സ് വരാം, അതുപോലെ കൗസ്, അതുപോലെ ഷീപ്പ്, അങ്ങനെയുള്ള ആനിമൽസ് എല്ലാം വരാം. അതുപോലെ ആര് വരാം? പ്ലാന്റ്സും വരാം. നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിൽ ഉള്ള ഓർഗാനിസംസും എവിടെ വരുന്നുണ്ട്? ഈ ഫുഡ് പ്രൊഡക്ഷനിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾസ്, ബയോളജിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ ആദ്യം നോക്കാൻ പോകുന്നത് അനിമൽ ഹസ്ബൻഡറി ആണ്. എന്താണ് അനിമൽ ഹസ്ബൻഡറി ചോദിച്ചാൽ, നമ്മൾ ലീവ് സ്റ്റോക്ക് ആയിട്ട്, അതായത് പാലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ എന്തിനു വളർത്തുന്നുണ്ട്? അനിമൽസിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ അനിമൽസിന്റെ പരിപാലനത്തിനെയാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനിമൽ ഹസ്ബൻഡറിയിൽ ഒരു അനിമൽ മാത്രമല്ല വരുന്നത്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അനിമൽ വരുന്നുണ്ട്. അവിടെ പ്രധാനമായിട്ട് പറയുന്നത് ബഫലോസ്, കൗസ്, പിഗ്സ്, ഹോഴ്സസ്, കാറ്റിൽ, ഷീപ്പ്, ക്യാമൽസ്, ഗോഡ്സ്. അപ്പോൾ ഈ പറയുന്ന ഈ മനുഷ്യന് ഉപകാരപ്പെടുന്ന അനിമൽസിന്റെ എല്ലാം പരിപാലനം ഏതിൽ വരുന്നതാണ്? ഈ ഒരു അനിമൽ ഹസ്ബൻഡറിയിൽ വരുന്നതാണ്. അടുത്ത് പറയുകയാണെങ്കിൽ പൗൾട്രി ഫാമിങ്ങും ഫിഷസും, അതായത് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന ഹെന്നുണ്ട്, അതുപോലെ ഗീസ് ഉണ്ട്, അങ്ങനെയുള്ള അനിമൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേർഡ്സിന് നമ്മൾ വളർത്തുന്നതിന് നമ്മൾ പൗൾട്രി ഫാമിംഗ് എന്ന് പറയും. അതുപോലെ മത്സ്യകൃഷി, മീനിനെ വളർത്തിയിട്ട് ആ മീനിനെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് അതുപോലെ എക്കണോമിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ വളർത്തുന്നതിന് നമ്മൾ ഫിഷറീസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു അനിമൽസിന്റെ അല്ലെങ്കിൽ ഒരു അനിമൽസിന്റെ പരിപാലനത്തിന് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത് പോലെ ബേർഡ്സ് വരുമ്പോൾ അവിടെ പൗൾട്രി ഫാമിങ്ങും അതുപോലെ ഫിഷസ് വരുമ്പോൾ ഫിഷറീസും വരുന്നുണ്ട്. അവിടെ ഫിഷറീസ് വരുമ്പോൾ അവിടെ റെയറിങ്, കാച്ചിങ്, സെല്ലിങ്, അതായത് അതിനെ വളർത്തുന്നു, അതിനെ പിടിക്കുന്നു, അതുപോലെ അതിനെ വിൽക്കുന്നു, അതെല്ലാം ഈ ഒരു ഫിഷറീസിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ ഫിഷസ് ആയിട്ട് വരുന്നത് ഇവിടെ പറയുന്നത് മൊളസ്ക്, അതായത് ഷെൽ ഫിഷിൽ വരുന്ന ആളുകൾ ഈ ഒരു ഫിഷറീസിൽ വരുന്നുണ്ട്. അതുപോലെ ക്രസ്റ്റേഷ്യൻസ്, അതായത് പ്രോൺസ്, ക്രാബ്സ് വരുന്ന ഫിഷസും എവിടെ വരുന്നുണ്ട്? ഈ ഫിഷറീസിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ കുഞ്ഞിൽ ജനിക്കുമ്പോൾ മുതൽ നമ്മൾ ഈ കന്നുകാലി വളർത്തുന്നതും ഫിഷറീസും പൗൾട്രി ഫാമിങ്ങും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതുപോലെ എന്ന് തൊട്ടാണെന്ന് കറക്റ്റായിട്ട് നമുക്കൊരു കാലയളവ് പറയാൻ പറ്റില്ല. ആ ഒരു മനുഷ്യൻ ഒരു സിവിലൈസ്ഡ് മാൻ ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്തുണ്ട്? ഈ ഒരു പശു പരിപാലനം, അതുപോലെ തേനീച്ച കൃഷി, സിൽക്ക് വേം, പ്രോൺസ്, ക്രാബ്സ്, ഫിഷസ്, അങ്ങനെയുള്ള ആനിമൽസിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആനിമൽസിനെ എല്ലാം പരിപാലിച്ച് വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒരു എക്സാക്ട് ഡേറ്റ് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ അനിമൽ ഹസ്ബൻഡറിയിൽ ഒരു കണക്കാണ് പറയുന്നത്. ഒരു 70% ലോകത്ത് ലിവ് സ്റ്റോക്ക് പോപ്പുലേഷൻ ഉള്ളതും ഇന്ത്യയിലും അതുപോലെ ചൈനയിലുമാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, വേൾഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാം പ്രോഡക്ട്സിന്റെ അളവെന്ന് പറയുമ്പോൾ 25% മാത്രമാണ്. അതായത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രൊഡക്ടിവിറ്റി യൂണിറ്റ് ലോ ആണ്. പക്ഷേ ഈ ഒരു ലിവ് സ്റ്റോക്ക് കൂടുതൽ അല്ലെങ്കിൽ ഈ പശു പരിപാലനം എല്ലാം കൂടുതൽ ഈ രണ്ട് രാജ്യങ്ങളിലുമാണ്. അവിടെ നിന്നുള്ള ആദായം കുറവാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺവെൻഷണൽ മെത്തേഡ്, നമ്മൾ പരമ്പരാഗതമായി തുടർന്നുകൊണ്ട് വരുന്ന കൺവെൻഷണൽ മെത്തേഡ് ആയിരിക്കും കൂടുതലും ഈ പശു പരിപാലനത്തിലൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ പരമ്പരാഗതമായി ചെയ്തു വരുന്നതിൽ നിന്ന് നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ ആയിട്ടുള്ള ടെക്നോളജീസ് അവിടെ കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ക്വാളിറ്റിയിലും പ്രൊഡക്ടിവിറ്റിയിലും എല്ലാം ഇംപ്രൂവ്മെന്റ് കിട്ടാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് പറയാൻ പോകുന്ന മാനേജ്മെന്റ് ഓഫ് ഫാം ആൻഡ് ഫാം അനിമൽസ്. ഫാമിന്റെയും, അതായത് ഒരു ഇപ്പൊ കന്നുകാലി ആണെങ്കിൽ കന്നുകാലി വളരുന്ന ആ ഒരു ഫാമിന്റെ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്, ആ ഫാമിൽ വളരുന്ന അനിമൽസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് നമുക്ക് 2 തരത്തിലുള്ള മാനേജ്മെന്റ് ഉണ്ട്, ഫാം മാനേജ്മെന്റ് ഉണ്ട്. അതിൽ ആദ്യം പറയുന്നത് ഡയറി ഫാം മാനേജ്മെന്റ് ആണ്. അതായത് പശുവിനെ പരിപാലിച്ചിട്ട് പാലിന് ക്ഷീര കർഷകൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയും, പാലിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറി ഫാം മാനേജ്മെന്റ് വയ്ക്കുന്നത്. അപ്പൊ അനിമൽസിൽ നിന്ന് പാല് കിട്ടാൻ വേണ്ടിയിട്ട്, ഹ്യൂമൻ കൺസപ്ഷൻ ആണ്, മനുഷ്യർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലും അതിൻ്റെതായ ബൈ പ്രോഡക്ട്സ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയറി ഫാം മാനേജ്മെന്റ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് പറയുന്നത് പൗൾട്രി മാനേജ്മെന്റ് ആണ്. പൗൾട്രി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ആരായിരിക്കും, ഒരു ബേർഡ്സ് ആയിരിക്കും. ബേർഡ്സിൽ എന്തായിരിക്കും, നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് അവരുടെ മുട്ട കൃഷിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പൗൾട്രി മാനേജ്മെന്റ് വന്നിരിക്കുന്നത്. അവിടെ ഹെന്ന് മാത്രമല്ല, മുട്ട തരുന്ന ഡക്കോ അല്ലെങ്കിൽ അതുപോലെ ടർക്കി, അങ്ങനെ മീറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ബേർഡ്സ് അവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഡയറി ഫാം മാനേജ്മെന്റിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡയറി ഫാം മാനേജ്മെന്റിൽ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡയറി ഫാം മാനേജ്മെന്റ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു പാലിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയറി ഫാം മാനേജ്മെന്റ് തന്നെ നടത്തുന്നത്. അപ്പൊ പ്രൈമറി പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരെയാണ്, പാലിനെ തന്നെയാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഒരു പശു ഈ ഇനത്തിലെ പശുവിനെ വളർത്തിയാൽ നമുക്ക് ഇഷ്ടം പോലെ പാല് കിട്ടും. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഓഫ് ബ്രീഡ് ആയിരിക്കും ആ ഒരു ഫാമിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇന്ന ബ്രീഡിലുള്ളതിന് ഒരുപാട് പാല് കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഓഫ് ബ്രീഡ് ആയിരിക്കണം നമ്മൾ ഫാം മാനേജ്മെന്റ്, ഡയറി ഫാം മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. ഗുഡ് ബ്രീഡ് ആയിരുന്നാൽ മാത്രമേ ഹൈ ഈൽഡിങ് കപ്പാസിറ്റി കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ക്ലൈമറ്റ് കണ്ടീഷൻ മാറിയാൽ പാല് കിട്ടുന്നില്ല, അങ്ങനെയുള്ളൊരു പശു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പ്രോഫിറ്റ് കിട്ടില്ല. അപ്പൊ ഏത് ക്ലൈമറ്റ് കണ്ടീഷൻ, ഇപ്പൊ ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷനുള്ള ഏരിയ ആണെങ്കിൽ അവിടെ വളർത്തുന്ന പശുവിൽ നിന്ന് ആദായം കിട്ടണം. അല്ലാതെ ഹാർഷ് ക്ലൈമറ്റ് ആയതുകൊണ്ട് പശു പാല് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറി ഫാം മാനേജ്മെന്റിന് വിജയിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡിസീസ് റെസിസ്റ്റൻസും അവിടെ വരുന്നുണ്ട്. അതായത് ഒരു ക്ലൈമറ്റ് മാറുകയാണ് അല്ലെങ്കിൽ ഒരു ഹാർഷ് സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഡിസീസിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത ഒരു പശുവാണ് അല്ലെങ്കിൽ ആ ഒരു അനിമൽ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഒരു ഫാമിന് പ്രോഫിറ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബ്രീഡിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ബ്രീഡിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ഡയറി ഫാം മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഒരു കാറ്റിലിന് കൊടുക്കേണ്ട ഫീഡിംഗ് എന്ന് പറയുമ്പോൾ അതും ഒരു സയന്റിഫിക് മാനർ തന്നെ ആയിരിക്കണം. നമുക്ക് എന്തും കൊടുക്കാവുന്ന രീതിയിലല്ല, അവർക്ക് ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആ ഫുഡിൽ നിന്ന് അവർക്ക് ന്യൂട്രിയൻ്റ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് അവർ നമുക്ക് എന്താ തരണം, പാല് തരണം. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട ആ ഒരു ഭക്ഷണത്തിൽ നമ്മൾ ആ ഒരു സയന്റിഫിക് മാനർ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ ക്ലീൻലിനെസ്സും ഹൈജീനും വേണം. എങ്ങനെയെങ്കിലും വളരട്ടെ എന്ന് കരുതിയിട്ടല്ല, അവയെ നല്ല വൃത്തിയായിട്ട് അസുഖമൊന്നും വരാൻ പറ്റാത്ത രീതിയിലുള്ള ചുറ്റുപാടൊക്കെ കൊടുത്തിട്ട് വേണം ഇവയെ എന്ത് ചെയ്യാനുള്ള, ഹാൻഡിൽ ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഒരു ഉൽപാദനം കൂടും. ആ ഒരു ഡയറി മാനേജ്മെന്റിൽ നമുക്ക് പാലിന്റെ ഉൽപാദനം കിട്ടും. അതുപോലെ അതിൽ നിന്ന് നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് മിൽക്കിനെയും കിട്ടുമെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പൗൾട്രി മാനേജ്മെന്റ് ആണ്. പൗൾട്രി മാനേജ്മെന്റ് പറഞ്ഞു നമ്മൾ എഗ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഗ് ലേയിങ് ആയിട്ടുള്ള ബേർഡ്സിനെ വളർത്തുന്നതിനാണ് നമ്മൾ പൗൾട്രി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൗൾട്രി മാനേജ്മെന്റിൽ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബേർഡിനെ, നമ്മൾ വളർത്തുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ബേർഡിനെ നമ്മൾ എഗ്സിന് വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ അതിനെ പരിപാലിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ആവുന്ന ബേർഡ്സ് ആരൊക്കെയാന്ന് വെച്ചാൽ ചിക്കനും ഡക്സും ആണ് പറയുന്നത്. ഇനി ചില സമയത്ത് ചില സമയത്തെന്നല്ല, ചില ഫാമുകളിൽ ടർക്കിയും ഗീസും വളർത്താറുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനാണ്, നമുക്ക് മനുഷ്യർക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് ഫുഡ് ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഒരു ഫുഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫൗൾ ബേർഡ്സിനെ എല്ലാം ആശ്രയിക്കുന്നത്. ഇനി ഈ ഒരു വേർഡ് പൗൾട്രി നമ്മൾ പറയുമ്പോൾ കൂടുതലും പറയുന്ന മീറ്റുമായിട്ടായിരിക്കും അല്ലേ. നമ്മൾ ഇറച്ചി മേടിക്കാനായിട്ട് നമ്മൾ പൗൾട്രി ഫാമിൽ പോകണമെന്ന് പറയും. അപ്പോൾ ഇത് കൂടുതലും മീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ മീറ്റിന് വേണ്ടിയിട്ടും ഈ ഒരു പക്ഷികളെ നമ്മൾ വളർത്താറുണ്ട്. അപ്പോൾ ഡയറി ഫാമിങ്ങിൽ കണ്ട പോലെ തന്നെയാണ്, ഡയറി ഫാമിങ്ങിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഡിസീസ് റെസിസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ വന്നാൽ അവിടെ സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റണം ആ ഒരു കാറ്റിലിന്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പൗൾട്രി മാനേജ്മെന്റിൽ നമ്മൾ പറയുന്നത്. ആ ഒരു സെലക്ഷൻ ഓഫ് ഡിസീസ് റെസിസ്റ്റന്റ് ആയിരിക്കണം. ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബേർഡ്സിനെ വേണം നമ്മൾ എടുക്കാനായിട്ട്. അതുപോലെ
നല്ല ക്ലെൻലിനെസ് ആയിട്ട് നല്ല ഹൈജീൻ ആയിട്ട് ഉള്ള ഏരിയയിൽ വേണം ഈ ഒരു പക്ഷികളെ, ഈ ഒരു ഫൗൾ ബേർഡ്സിന് നമ്മൾ പാർപ്പിക്കേണ്ടത്. അതുപോലെ എന്താണ് അവർക്ക് കൊടുക്കേണ്ട ഫുഡും വാട്ടറും എല്ലാം എന്താണ് നല്ല ഹൈജീൻ ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഈൽഡ് അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് മീറ്റും എഗ്ഗും ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഒരു ഫിഗറാണ് ഈ പറയുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന അനിമൽ ബ്രീഡിങ്ങിനെ പറ്റിയിട്ടാണ്. അനിമൽ ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അനിമൽസിനെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷന് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ അനിമൽ ബ്രീഡിങ്ങിൽ കാണുന്നത്. അവിടെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അനിമൽസ് വരുന്നുണ്ട്. അപ്പോൾ അനിമൽ ബ്രീഡിങ്സിന്റെ സ്റ്റെപ്പ് എന്താണെന്നൊക്കെ നോക്കാം. ബ്രീഡിംഗ് ഓഫ് അനിമൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അനിമൽ ഹസ്ബൻഡറി, ഒരു എന്താണ് മൃഗപരിപാലനത്തിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബ്രീഡിംഗ് ഓഫ് അനിമൽസ്. അനിമൽ ബ്രീഡിംഗിൽ എന്താണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അനിമൽസിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റി കാണിക്കേണ്ട ഒരു അനിമലിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു പശുവിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പശുവിന് നമുക്ക് നല്ല പാല് കിട്ടണം എന്നാണ് നമ്മൾ ഫസ്റ്റ് വെക്കുന്ന ഒരു പ്രയോറിറ്റി. അപ്പൊ ആ ഒരു പാല് കിട്ടണം എന്നൊരു പോയിന്റാണ് നമ്മൾ എയിം ചെയ്യുന്നത്. നമ്മളുടെ ഡിസൈറബിൾ ക്വാളിറ്റി ആ പാൽ, ആ മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഡിസൈറബിൾ ക്വാളിറ്റിയിലുള്ള അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ അനിമൽ ബ്രീഡിംഗ് എടുക്കുന്നത്. ഇനി നമുക്ക് അവിടെ എന്താണ് ഒരു ബ്രീഡ് എന്ന് കാണണം. ബ്രീഡ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അനിമൽസിനെ എടുക്കുമ്പോൾ അനിമൽസിന്റെ പിൻഗാമി ഡിസെൻഡ് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും അല്ലെങ്കിൽ റിലേറ്റഡ് ആയിരിക്കും. പിൻഗാമി, അതിന് മുന്നേ ഉള്ള പിൻഗാമി എന്തായിരിക്കും, ഒരു റിലേറ്റഡ് ആയിരിക്കും. പക്ഷെ എന്താണ് ജനറൽ ക്യാരക്ടർ പൊതുവേ പറയുമ്പോൾ അവരുടെ സ്വഭാവം, അതുപോലെ അപ്പിയറൻസ്, ഫീച്ചേഴ്സ്, സൈസ്, അതുപോലെ കോൺഫിഗറേഷൻ ഇതെല്ലാം ഒരേപോലെ സിമിലർ ആയിരിക്കും. അങ്ങനെ പറയുന്ന അനിമലിനെയാണ് നമ്മൾ ബ്രീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഡിസെൻഡ് എന്ന് പറയുന്നത്, അതിന്റെ പിൻഗാമി എന്ന് പറയുമ്പോൾ റിലേഷൻ ഉള്ളതായിരിക്കും. ഗ്രൂപ്പ് ഓഫ് അനിമൽസിന്റെ പിൻഗാമി റിലേഷൻ ഉള്ളവയായിരിക്കും. എന്താണ് സിമിലർ ആയിരിക്കും, ക്യാരക്ടേഴ്സും ഫീച്ചേഴ്സും സൈസസും എല്ലാം സിമിലർ ആയിരിക്കും. ഇങ്ങനെയുള്ള അനിമൽസിനെയാണ് നമ്മൾ ബ്രീഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് രീതിയിലുള്ള ബ്രീഡിങ് കാണാം. അതിൽ ആദ്യം പറയുന്നത് ഇൻബ്രീഡിംഗ് ആണ്. ഇൻബ്രീഡിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സെയിം ബ്രീഡിലുള്ള രണ്ട് അനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ബ്രീഡിംഗ് ഔട്ട് ബ്രീഡിംഗ് ആണ്. അതായത് രണ്ട് ഡിഫറെന്റ് ബ്രീഡിലുള്ള അനിമൽസിനെ തമ്മിൽ ക്രോസ് ചെയ്യിക്കുന്നു. അതിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ഇൻബ്രീഡിംഗ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുന്നു. സെയിം ബ്രീഡ് ആയിരിക്കും, രണ്ട് ഇൻഡിവിജ്വലും സെയിം ബ്രീഡ് ആയിരിക്കും, ക്ലോസ്ലി റിലേഷനും കാണും. അതുപോലെ എന്താണ്, ഒരു 4 മുതൽ 6 ജനറേഷൻ വരെ പുറകോട്ട് എടുത്താലും അവ തമ്മിൽ എന്തായിരിക്കും, ഒരു ക്ലോസ് റിലേഷൻ കാണും. ഈ ഒരു ബ്രീഡിംഗ് ടെക്നോളജി എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഒരു സുപ്പീരിയർ മെയിലും സുപ്പീരിയർ ഫീമെയിലും കാണും. രണ്ടുപേരും കൂടി എന്ത് ചെയ്യും, മേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇൻബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗറിൽ കാണാം, ഈ രണ്ട് ഓർഗാനിസം എന്താണ്, ഒരേ ബ്രീഡിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരുടെ 4 മുതൽ 6 ജനറേഷൻ പുറകോട്ട് നോക്കിയാലും ഇവരെന്താണ്, ക്ലോസ് റിലേഷൻ ഉള്ളവരാണ്. അവയെ നമ്മൾ ഇൻബ്രീഡിംഗ് എന്ന് വിളിക്കുന്നു. ഇനി ഇൻബ്രീഡിംഗിൽ കാണേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക ഈ ഏരിയയിൽ നിന്ന്. ഇൻബ്രീഡിംഗിൽ ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ആവുന്നു എന്ന് പറഞ്ഞു. കാരണം ഇവർ തമ്മിൽ എന്താണ്, ക്ലോസ്ലി റിലേഷൻ ഉള്ളവരാണ്. അപ്പൊ ഇവർ തമ്മിൽ എന്താണ് ഉള്ള ജീൻസും, ഇവരുടെ രണ്ടുപേരുടെ ബോഡിയിലുള്ള ജീൻസും എന്തായിരിക്കും, ഒരേപോലത്തെ ഐഡന്റിക്കൽ ജീൻസ് ആയിരിക്കും. സ്വഭാവങ്ങളും എല്ലാം ഏകദേശം എന്തായിരിക്കും, ഒരേ സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഇൻബ്രീഡിംഗ് ഹോമോസൈഗോസിറ്റി കൂട്ടുന്നു. അതുപോലെ എന്താണ്, ഒരു പ്യുവർ ലൈൻ ഓഫ് അനിമൽ, ഏത് അനിമൽസിന്റെ ആണെങ്കിലും പ്യുവർ ലൈൻ, അതായത് വേറെ പുറത്തുനിന്നൊന്നും വേറെ ഒരു DNA വേറെ ഒരു ജീനോ വരാതെ പ്യുവർ ലൈൻ ഓഫ് എന്താണ് ഒരു ജനറ്റിക് ഘടന കൊടുക്കാനായിട്ട് എന്താണ് സഹായിക്കുന്നത്, ഈ ഇൻബ്രീഡിംഗ് ആണ് കൊടുക്കുന്നത്. ഈ ഇൻബ്രീഡിംഗിൽ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ, എക്സ്പോസസ് ഹാംഫുൾ റെസസീവ് ജീൻസ്. അതായത് ഇപ്പോൾ റെസസീവ് ഡൊമിനന്റ് ജീൻ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പുറമേ കാണിക്കുന്ന സ്വഭാവമുള്ള ജീൻസ്, അതാണ് ഡൊമിനന്റ് ജീൻ എന്ന് വിളിക്കുന്നത്. പുറമേ കാണിക്കാതെ നമ്മൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സ്വഭാവമുള്ള ജീൻസിന് നമ്മൾ റെസസീവ് ജീൻസ് എന്ന് വിളിക്കുന്നു. ഇനി ഈ ഇൻബ്രീഡിംഗ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഹാംഫുൾ ആയിട്ടുള്ള, അതായത് ഒരു സെലക്ഷൻ ഒക്കെ നടന്നു വരുമ്പോൾ നമുക്ക് പുറമേ കാണിക്കേണ്ട എന്ന് വച്ചേക്കുന്ന റെസസീവ് ജീൻസ് എല്ലാം എവിടെ ഒരു എക്സ്പോസ് ആവുന്നുണ്ട്, ഈ ഇൻബ്രീഡിംഗിൽ എക്സ്പോസ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇൻബ്രീഡിംഗിലാണ് ഈ ഒരു റെസസീവ് ജീൻസിന്റെ എക്സ്പോസ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് എലിമിനേറ്റ് ആയി പോയതാണ്. സെലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ റെസസീവ് ജീൻസ് എലിമിനേറ്റ് ആയി പോയതാണ്. പക്ഷേ ഈ രണ്ട് ഓർഗാനിസംസ് ഉള്ളതിൽ ഏതെങ്കിലും ഒന്നിന്റെ ബോഡിയിലുള്ള റെസസീവ് ജീൻ എന്താവും, അടുത്ത ഓഫ് സ്പ്രിങ് വരുമ്പോൾ അത് എക്സ്പോസ് ആവുന്നു എന്ന് മനസ്സിലാക്കുക.
നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇൻബ്രീഡിങ് കാരണം ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അതായത് ആ ഒരു ക്യാരക്ടേഴ്സ് ഒരേപോലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ കുറേ തലമുറ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്ങിനെല്ലാം ഫെർട്ടിലിറ്റി കുറയും, റെഡ്യൂസസ് ഫെർട്ടിലിറ്റി ആൻഡ് ഈവൻ പ്രൊഡക്ടിവിറ്റി. അവരുടെ ഫെർട്ടിലിറ്റി കുറഞ്ഞിട്ട് അതിന് ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻബ്രീഡിങ് ഇത്രയേ ഉള്ളൂ. ഇൻബ്രീഡിങ്ങിൽ നമ്മൾ എന്താണ് സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈനിന്റെ ബിറ്റ്വീൻ ലൈൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. നെക്സ്റ്റ് നമുക്ക് ഔട്ട് ബ്രീഡിങ് എന്താണെന്ന് കാണാം. ഔട്ട് ബ്രീഡിങ് നേരത്തെ പറഞ്ഞു എന്താണ്, രണ്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഡിഫറെന്റ് ബ്രീഡ്സ് തമ്മിലുള്ള ക്രോസിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോയിന്റാണ്, അൺറിലേറ്റഡ് ആയിരിക്കും അനിമൽസ്. അതുപോലെ എന്താണ്, പക്ഷേ സെയിം ബ്രീഡിൽ നിന്നുള്ള അനിമൽസ് തന്നെയായിരിക്കും. പക്ഷെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവർക്ക് കോമൺ ആൻസിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഒരു 4 മുതൽ 6 ജനറേഷൻ വരെ പുറകോട്ട് നോക്കിയാലും അവിടെ കോമൺ ആൻസിസ്റ്റേഴ്സ് ഒന്നും കാണാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ബ്രീഡിങ്ങിനെ നമ്മൾ ഔട്ട് ക്രോസിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഔട്ട് ബ്രീഡിങ്ങിൽ തന്നെ ഉള്ള ഒരാളാണ് ഔട്ട് ക്രോസിംഗ്. ഔട്ട് ക്രോസിംഗിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് സെയിം ബ്രീഡിലുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും, പക്ഷേ അവർക്ക് കോമൺ ആയിട്ടൊരു ആൻസിസ്റ്റർ ഇല്ല. 4 മുതൽ 6 ജനറേഷൻ വരെ പുറകോട്ട് നോക്കിയാലും കോമൺ ആൻസിസ്റ്റേഴ്സ് ഒന്നും ഇല്ല. ഇനി വേറൊരു ആൾ കൂടി ഉണ്ട്, ക്രോസ് ബ്രീഡിംഗ്. ക്രോസ് ബ്രീഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ഡിഫറെന്റ് ബ്രീഡ്സുകൾ തമ്മിലായിരിക്കും ആ ഒരു ക്രോസ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്രോസ് ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് ആയിരിക്കും. അതായത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസുകൾ തമ്മിലുള്ള ആ ഒരു ക്രോസിങ്ങിനെയാണ് നമ്മൾ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട് ബ്രീഡിങ്ങിൽ വരുന്ന 3 ആൾക്കാരാണ്, ഒന്ന് ഔട്ട് ക്രോസിംഗ്, രണ്ടാമത്തത് ഔട്ട് ബ്രീഡിംഗ്, മൂന്നാമത്തേത് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. നമ്മളിതിന്റെ എക്സാമ്പിൾ വെച്ച് പഠിക്കും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ഔട്ട് ബ്രീഡിങ്ങിന്റെ കാര്യം മനസ്സിലാക്കുക. രണ്ട് എന്താണ്, അൺറിലേറ്റഡ് ആയിരിക്കും. അവരുടെ 4 മുതൽ 6 ജനറേഷൻ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷനും കാണും, ഒരു കോമൺ ആൻസിസ്റ്റേഴ്സിനെ ഷെയർ ചെയ്യാത്ത രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ മേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു മേറ്റിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ വൈറ്റ് ആയിട്ടുള്ള ഈ കവും ഈ റെഡ് ആയിട്ടുള്ള ഈ ഒരു ഓക്സും കൂടെ ചേർന്നിട്ട് ആരെ ഉണ്ടാക്കി, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള വൈറ്റും ഈ ഒരു റെഡും കൂടി ചേർന്നിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്ങിനെ ഉണ്ടാക്കി. അപ്പൊ ഈ രീതിയിൽ നടക്കുന്ന ഒരു ബ്രീഡിങ്ങിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഔട്ട് ബ്രീഡിങ്ങിനകത്ത് വരുന്ന ഓരോ ആൾക്കാരായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേത് ഔട്ട് ക്രോസിംഗ്. ഔട്ട് ക്രോസിംഗിൽ എന്താ സംഭവിക്കുന്നത്, ആ ഒരു സെയിം ബ്രീഡ് ആയിരിക്കും. രണ്ട് ആൾക്കാർ, ഫീമെയിലും മെയിലും സെയിം ബ്രീഡ് തന്നെ ആയിരിക്കും. അവർക്ക് എന്താണ്, നോ കോമൺ ആൻസിസ്റ്റേഴ്സ് ആണ്. അവർക്കൊരു ഷെയർ ചെയ്യാനായിട്ട് കോമൺ ആൻസിസ്റ്റേഴ്സ് ഇല്ല. അതായത് രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാലും രണ്ടു പേർക്കും അൺറിലേഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു മേറ്റിങ്ങിനെ, ഇങ്ങനെ അൺറിലേഷൻ ഒന്നും ഇല്ലാത്ത രണ്ട് ഓഫ്സ്പ്രിങ്ങുകൾ തമ്മിലുള്ള സെയിം ബ്രീഡിനകത്ത് നടക്കുന്ന ബ്രീഡിങ്ങിനെയാണ് നമ്മൾ ഔട്ട് ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന മേറ്റിങ്ങിനെ, ആ മേറ്റിംഗ് കഴിഞ്ഞ് ഉണ്ടാകുന്ന ഈ ഒരു ഓഫ്സ്പ്രിങ്ങിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഔട്ട് ക്രോസ് എന്ന് വിളിക്കും. അതായത് ഔട്ട് ക്രോസിംഗ് വഴി കിട്ടുന്ന ഓഫ്സ്പ്രിങ്ങിനെ നമ്മൾ ഔട്ട് ക്രോസ് എന്ന് വിളിച്ചു. ഇനി ഇതാണ് ഏറ്റവും ബെസ്റ്റ് ബ്രീഡിംഗ് ആയിട്ട് പറയുന്നത്. കാരണം എന്താണ്, ഒരു കോമൺ ആൻസിസ്റ്റേഴ്സ് ഒന്നും ഇല്ല. അതുപോലെ അവിടെ എന്താണ്, ഒരേപോലത്തെ ജീൻസ് ഷെയർ ആവുന്നില്ല, റെസസീവ് ജീൻസ് എക്സ്പോസ് ആവുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു മെത്തേഡ്, ഈ ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് ബെസ്റ്റ് ബ്രീഡിംഗ് മെത്തേഡായിട്ട് പറയുന്നത്. ബെസ്റ്റ് ബ്രീഡിംഗ് മെത്തേഡായിട്ട് പറയുന്നത് ഔട്ട് ക്രോസിങ്ങിനെയാണ്. ഇനി എന്താണ്, മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാനാണെങ്കിലും ഒക്കെ എന്താണ്, ഈ ഒരു ബ്രീഡിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ്, ഒരു സിംഗിൾ ആയിട്ടുള്ള ഔട്ട് ക്രോസ് എന്തിനു സഹായിക്കും എന്നാണ് പറയുന്നത്, ഇൻബ്രീഡിംഗ് ഡിപ്രഷനെ സഹായിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉള്ള ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഒരു ഔട്ട് ക്രോസ്, സിംഗിൾ ഔട്ട് ക്രോസ് കാരണം ഈ ഒരു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ മാറും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിനൊരു എന്താണ്, ഒരു ഓവർകം ചെയ്യാനുള്ളൊരു ഫാക്ടർ ആവുമെന്നാണ് പറയുന്നത്. ഔട്ട് ക്രോസിങ്ങിനൂടെ കൊടുത്തേക്കുന്ന ഒരു ഓക്സും ഉണ്ട്, അതുപോലെ എന്താണ്, ഒരു കൗ ഉണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു ഓസ്പ്രിങ്ങിനെ ഉണ്ടാക്കി. ഈ ഓസ്പ്രിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഔട്ട് ക്രോസ്. അപ്പോൾ ഈ ഒരു ഫിഗർ മനസ്സിലാക്കുക, ഈ ഒരു എക്സാമ്പിൾ ഇങ്ങനെ പഠിക്കുക. അതായത് അവർക്ക് കോമൺ ആൻസിസ്റ്റേഴ്സ് ഇല്ല എന്ന് പഠിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലിരിക്കും. രണ്ടാമത്തെ ആള് ക്രോസ് ബ്രീഡിംഗ് ആണ്. ഔട്ട് ബ്രീഡിംഗിൽ തന്നെ പറയുന്ന രണ്ടാമത്തെ ആള് ക്രോസ് ബ്രീഡിംഗ് ആണ്. ക്രോസ് ബ്രീഡിംഗിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ബ്രീഡിലുള്ള ഒരു സുപ്പീരിയർ മെയിലും വേറൊരു ബ്രീഡിലുള്ള ഒരു ഫീമെയിൽ സുപ്പീരിയറും കൂടി എന്ത് ചെയ്യും, ക്രോസ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യും, ഒരു
അടുത്ത നെക്സ്റ്റ് ഓഫ് സ്പ്രിങ് ഉണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ക്രോസ് ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും, 2 പേരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ആരായിരിക്കണം ഈ ഫീമെയിൽ സുപ്പീരിയറും ആരായിരിക്കണം ഈ മെയിൽ സുപ്പീരിയറും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റണം. അതുപോലെ എന്താണ് ഈ 2 പേർക്ക് നമ്മൾ ഡിസൈറബിൾ ആയുള്ള, അതായത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്യാരക്ടേഴ്സ് 2 പേരിലും ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ ഈ ക്രോസ് ബ്രീഡിംഗ് ചെയ്യുന്നത്. ഈ ഒരു ഉണ്ടാകുന്ന ഈ ഒരു പ്രോജനിയെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന നെക്സ്റ്റ് ജനറേഷനിലുള്ള ആളെ നമ്മൾ എന്താണ് ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് ഒരുപാട് പുതിയ പുതിയ രീതിയിലുള്ള വെറൈറ്റി ഓഫ്, നമ്മൾ ഈ പപ്പീസ് ഒക്കെ കാണാറുണ്ട് അല്ലെ, പല വെറൈറ്റീസ് ഓഫ് പപ്പീസിനെ കാണാറുണ്ട്. ഇതെല്ലാം ഈ ഒരു ക്രോസ് ബ്രീഡിംഗ് വഴി ഉണ്ടാക്കുന്നതാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ഹിസാർഡെയിൽ എന്ന് പറയുന്ന ഒരു ഗോട്ടിനെ പറ്റിയിട്ടാണ്, ഒരു ഷീപ്പിനെ പറ്റിയിട്ടാണ്. ഈ ഷീപ്പ് പഞ്ചാബിലാണ് ഉണ്ടായത്, പഞ്ചാബിലാണ് ഇതിനെ ഉണ്ടാക്കിയത്. ഏത് വഴിയിട്ടാണ്? ഈ ക്രോസ് ബ്രീഡിംഗ് വഴിയിട്ടാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബിക്കനേരി ഈവ്സും അതുപോലെ മറീനോ റാംസ് എന്ന് പറയുന്ന 2 ഷീപ്പുകളെ തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് ഈ ഒരു ആരെ ഉണ്ടാക്കിയത്, ഹിസാർഡെയിൽ എന്ന് പറയുന്ന ഈ ഒരു ഓസ്പ്രിങ്ങിനെ ഉണ്ടാക്കിയത്. ആ ഒരു ഫിഗറാണ് ബിക്കനേരി ഈവ്. 2 പേരും ഒരേ സ്പീഷീസിൽപ്പെട്ട ഷീപ്പ് വിഭാഗങ്ങളാണ്, പക്ഷെ എന്താണ് ഡിഫറെന്റ് ബ്രീഡാണ്. അപ്പൊ ഇത് ബിക്കനേരി ഈവും ഇത് മെറീനോ റാമും ആണ്. 2 ബ്രീഡുകളോട് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ആരെ ഉണ്ടാക്കി, ഹിസാർഡെയിൽ എന്ന് പറയുന്ന ഒരു ഷീപ്പിനെ ഉണ്ടാക്കി. നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഈ ക്രോസ് ബ്രീഡിംഗ് പഠിക്കാം. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഔട്ട് ബ്രീഡിംഗിലെ 3ാമത്തെ കാറ്റഗറിയാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അതായത് സ്പെസിഫിക് ഈ ഒരു വാക്കിൽ തന്നെ ഉണ്ട്, 2 സ്പീഷീസുകളാണ്, 2 ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസുകളെ തമ്മിലുള്ള ആ ഒരു ക്രോസ് വഴി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. 2 അൺറിലേറ്റഡ് ആയിരിക്കും, ഒരു മെയിലും ഫീമെയിലും എന്താണ് ഒരു രീതിയിലുള്ള റിലേഷനും കാണിക്കാത്ത 2 ഡിഫറെന്റ് സ്പീഷീസിലുള്ള മെയിലും ഫീമെയിലും കൂടി തമ്മിൽ ചേർന്നിട്ടാണ് ആരെ ഉണ്ടാക്കുന്നത്, ഈ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ വഴി ഓസ്പ്രിങ്ങിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എന്തായിരിക്കും, ഈ ഉണ്ടാകുന്ന പ്രോജനി 2 സ്പീഷീസിന്റെ ബോത്ത് പാരന്റ്സിന്റെയും കൂടി ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ എന്താണ് എക്കണോമിക് വാല്യൂ ഉണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതുകൊണ്ട് എക്കണോമിക് വാല്യൂ പെട്ടെന്ന് കൊമേഴ്ഷ്യലായിട്ട് സെയിലൊക്കെ നടക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന മ്യൂളാണ്. ഇനി ആ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു മ്യൂളിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ പറയുന്നത് എന്താണ്, ഫീമെയിൽ ഹോഴ്സും മെയിൽ ഡോങ്കിയാണ്. അപ്പൊ ഈ ഫീമെയിൽ ഹോഴ്സും മെയിൽ ഡോങ്കിയും കൂടെ ചേർന്നിട്ട് ആരെ ഉണ്ടാക്കി, ഹിന്നി എന്ന് പറയുന്ന ഈ ഒരു ഓസ്പ്രിങ്ങിനെ ഉണ്ടാക്കി. ഇതൊരു ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ്. കാരണം എന്താണ്, ഹോഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ആണ്, ഒരു ഇനമാണ്. ഇപ്പൊ മനുഷ്യർ എന്ന് പറയുന്നത് പോലെ ഒരു സ്പീഷീസ് ആണ്. ഡോങ്കി നെക്സ്റ്റ് സ്പീഷീസ് ആണ്. ഈ 2 അൺറിലേറ്റഡ് ആയിട്ടുള്ള ഈ 2 സ്പീഷീസുകൾ തമ്മിൽ മേറ്റ് ചെയ്തിട്ടാണ് ആരുണ്ടാക്കിയത്, ഹിന്നിയെ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നെക്സ്റ്റ് നോക്കുന്നത് ആ ഒരു മൊയറ്റ് വഴി അല്ലെങ്കിൽ ആ ഒരു മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി വഴിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു എംബ്രിയോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു എഗ്ഗിന് നമ്മൾ ഒരുപാട് അറ്റ് എ ടൈം ഒരു എഗ്ഗ് കിട്ടുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒന്നിൽ കൂടുതലായിട്ട് ആ ഒരു എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം എന്താണ് ഒരു 8 to 32 സെൽഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഒരു നോൺ സർജിക്കലി ആയിട്ട് ഓപ്പറേഷൻ ഒന്നും ചെയ്യാണ്ടാണ് എന്ത് ചെയ്യുന്നത്, സറോഗേറ്റ് മദറിലേക്ക്, വാടക ഗർഭപാത്രത്തിലേക്ക് അല്ലെങ്കിൽ വാടകയ്ക്കുള്ള ആ ഒരു സറോഗേറ്റ് മദർ കൗവിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ജനറ്റിക് മദർ, അതായത് ഈ ഒരു ഓവം കൊടുത്ത ഈ ഒരു ജനറ്റിക് മദർ എന്ത് ചെയ്യും, അടുത്ത റൗണ്ട് ഓഫ് സൂപ്പർ ഓവുലേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടെക്നോളജി കൂടുതലായിട്ടും കാണിക്കുന്നത് എവിടെയാണ്, കാറ്റില്, ഷീപ്പില്, റാബിറ്റ്, ബഫലോസ്, മേയേഴ്സ് എക്സെട്ര ഇങ്ങനെയുള്ള അനിമൽസിലാണ് ഇത് കൂടുതലും ഈ ഒരു മൊയറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി നടത്തുന്നത്. അപ്പോൾ ഹൈ മിൽക്ക് ഈൽഡിംഗ് ബ്രീഡ്സ് ഓഫ് ഫീമെയിൽസിലൊക്കെ എന്ത് ചെയ്യും, ഹൈ ക്വാളിറ്റിയിൽ ആ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ, ഒരു മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ, പ്രസവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു മീറ്റ് ഈൽഡിംഗ് ബുൾസിലും അതുപോലെ എന്താണ് ബ്ലഡ് സക്സസ്ഫുള്ളി ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഒരുപാട് സമയത്ത്, ഒരു ചെറിയ സമയത്ത് എന്ത് ചെയ്യും, ഒരുപാട് പ്രോഡക്റ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൊയറ്റ് സഹായിക്കുന്നു മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, അതിൽ ലാമ്പിന്റെ കാര്യമാണ് പറയുന്നത്. അതിലെന്താണ് ഒരു ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, FSH ആണ് കൊടുക്കുന്നത്. അതിനുശേഷം എഗ്ഗ് ആസ്പിറേറ്റ് ചെയ്ത് എഗ്ഗിനെ ഉണ്ടാക്കി എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്യിപ്പിച്ചതിന് ശേഷം ആ ഒരു 32 സെൽഡ് സ്റ്റേജ് ആകുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സറോഗേറ്റ് മദറിലേക്ക് ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മൊയറ്റ് എന്ന് പറയുന്ന ടെക്നോളജി നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട കാര്യം എന്താണ് മൊയറ്റ്, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പഠിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന്. ഒരു ഷോർട്ട് ടൈമിൽ, ഒരു ഷോർട്ട് പീരീഡിൽ ഒരുപാട് പ്രൊഡക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൊയറ്റ് ചെയ്യുന്നത്. അതുപോലെ ഏതൊക്കെ അനിമൽസ് ആണെങ്കിലാണ് ഈ ഒരു മൊയറ്റ് ടെക്നിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എന്താണ്, ഇതെങ്ങനെയാണ് ഈ ഒരു നടത്തുന്നത്, സർജിക്കലി അല്ല നോൺ സർജിക്കലി ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് മനസ്സിലാക്കിയിരിക്കുക.
ഇനി ഈ ഭാഗത്ത് നമ്മൾ ഇത്രയും നേരം പഠിച്ച ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അനിമൽ ബ്രീഡിംഗ് ഇൻ അനിമൽ ഹസ്ബൻഡറി? അനിമൽ ഹസ്ബൻഡറിയിൽ അനിമൽ ബ്രീഡിംഗിന്റെ പർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടു ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് അനിമൽസ്, ഓപ്ഷൻ ബി ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് അനിമൽ പ്രോഡക്ട്സ്, ഓപ്ഷൻ സി ടു ഡെവലപ്പ് ന്യൂ ബ്രീഡ്സ് വിത്ത് ഡിസൈറബിൾ ട്രേറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അപ്പൊ എന്താണ് ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ വരുന്നത്. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എവിടെ നിന്ന് വേണം? ഒരു അനിമൽ ഹസ്ബൻഡറിയിൽ നിന്ന് വേണമെങ്കിൽ അനിമൽ ബ്രീഡിംഗ് നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ 4 പോയിന്റും, അനിമൽസിന്റെ ഈൽഡ് കൂട്ടാൻ, അതുപോലെ അനിമൽ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി കൂട്ടാൻ, ഒരു ഡിസൈറബിൾ ട്രേറ്റിലുള്ള ന്യൂ ബ്രീഡ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു അനിമൽ ബ്രീഡിംഗ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ഇൻബ്രീഡിംഗ്? ഇൻബ്രീഡിംഗിന്റെ പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇൻക്രീസ്ഡ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഓപ്ഷൻ ബി എലിമിനേഷൻ ഓഫ് ഹാർംഫുൾ റെസസീവ് ജീൻസ്, ഓപ്ഷൻ സി ഇംപ്രൂവ്ഡ് റെസിസ്റ്റൻസ് ടു അനിമൽസ്, ഓപ്ഷൻ ഡി ഇവോൾവ് എ പ്യുവർ ലൈൻ ഇൻ അനിമൽ. എന്താ നമ്മൾ പറഞ്ഞത്? ഇൻബ്രീഡിംഗ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്യുവർ ലൈൻ കിട്ടും. അതായത് പുറത്തുനിന്ന് ഒരു ജീൻ, ഒരു സ്വഭാവവും ഇല്ല. കാരണം എന്താണ്? ഇവര് ക്ലോസ്ലി റിലേഷൻ ആണ്. ഇവിടെ ആൻസിസ്റ്റേഴ്സ് എന്താണ്? ഒരു റിലേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. 4 to 6 ജനറേഷൻ പുറകോട്ട് നോക്കിയാലും കോമൺ ആൻസിസ്റ്റേഴ്സ് ആണ്. ക്യാരക്ടേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. പുറത്തുനിന്ന് ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു ജീൻ ഒന്നും വരുന്നില്ല. അപ്പം ഒരു പ്യുവർ ലൈൻ ഇവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഈ ഒരു ഇൻബ്രീഡിംഗ് ചെയ്യാം. അപ്പോൾ ഒരു പ്രൈമറി അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന ആരെയാണ്? ഈ ഒരു പ്യുവർ ലൈനിന്റെ കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രോസ് ബ്രീഡിംഗ് ഇൻ അനിമൽ ബ്രീഡിംഗ്? അനിമൽ ബ്രീഡിംഗിൽ ക്രോസ് ബ്രീഡിംഗിന്റെ പർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടു ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് അനിമൽ, ഓപ്ഷൻ ബി ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് അനിമൽ പ്രോഡക്ട്സ്, ഓപ്ഷൻ സി ടു ഡെവലപ്പ് ന്യൂ ബ്രീഡ്സ് വിത്ത് ഡിസൈറബിൾ ട്രേറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അപ്പൊ എന്തിനാ ക്രോസ് ബ്രീഡിംഗ് ചെയ്യുന്നത്? ക്രോസ് ബ്രീഡിംഗ് ചെയ്യുമ്പോൾ എന്താണ്? അവർ അനിമൽസിന്റെ ഈൽഡ് കിട്ടും, അതുപോലെ അനിമൽ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി കൂടും, അതുപോലെ എന്താണ്? ന്യൂ ബ്രീഡ്സിനെ ഡിസൈറബിൾ ട്രേറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണ് ആ ക്രോസ് ബ്രീഡിംഗ് നടക്കുന്നത്? ഒരേ ബ്രീഡിലുള്ള അനിമൽസ് ആയിരിക്കും, പക്ഷെ അവർക്ക് എന്താണ്? ഒരു കോമൺ ആൻസിസ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഡിസൈറബിൾ ആയിട്ടുള്ള മെയിലിനെയും ഫീമെയിലിനെയാണ് എടുക്കുന്നത്. സുപ്പീരിയർ ആയിട്ടുള്ള മെയിലും ഫീമെയിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ, ക്രോസ് ബ്രീഡിംഗ് ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡിംഗ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി? ഓപ്ഷൻ എ ടെക്നിക് ടു ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ cows, option B a method to enhance egg production in poultry, option C a reproductive technique to produce more viable embryos, option D to a technology to improve the growth rate of animals. എന്താണ് ഈ ഒരു മോയിറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി? അതൊരു വയബിൾ എംബ്രിയോയെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെക്നിക്കൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്കാണ്. അതായത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരുമ്പോൾ ഒരു വയബിൾ ആയിട്ടുള്ള എംബ്രിയോസിനെ. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഒരേ സമയം ഒരു ഷോർട്ട് പീരീഡിൽ എന്താണ്? ഒരുപാട് ഓവമാണ് അല്ലെങ്കിൽ എഗ്ഗാണ് ആ ഒരു മദർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? അതിനെ ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം ആ ഒരു എഗ്സിനെ യൂസൈറ്റിനെ എല്ലാം ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം സറോഗേറ്റ് മദറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ വയബിൾ എംബ്രിയോസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ ഈസ് യൂസ്ഡ് ഇൻ മോയിറ്റ് ടു ഇൻഡ്യൂസ് സൂപ്പർ ഓവുലേഷൻ ഇൻ കൗസ്? കൗസിൽ സൂപ്പർ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹോർമോൺ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഈസ്ട്രജൻ, ഓപ്ഷൻ ബി പ്രൊജസ്ട്രോൺ, ഓപ്ഷൻ സി ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഓപ്ഷൻ ഡി ലുത്തീനിസിങ് ഹോർമോൺ. ഏതാണ്? FSH ആണ് അല്ലെ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് നമ്മൾ ആ ഒരു മോയിറ്റ് നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് പശുക്കൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് യൂസിങ് സറോഗേറ്റ് മദർ ഇൻ മോയിറ്റ്? മോയിറ്റിൽ സറോഗേറ്റ് മദറിനെ യൂസ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ ടു എൻഹാൻസ് മിൽക്ക് പ്രൊഡക്ഷൻ, ഓപ്ഷൻ ബി ടു ഇൻക്രീസ് എഗ് പ്രൊഡക്ഷൻ ഇൻ പൗൾട്രി, ഓപ്ഷൻ സി ടു ക്യാരി ആൻഡ് നർച്ചർ ദി ഫെർട്ടിലൈസ്ഡ് എംബ്രിയോസ്, ഓപ്ഷൻ ഡി ടു ഇംപ്രൂവ് ദി ഗ്രോത്ത് റേറ്റ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ടു ക്യാരി ആൻഡ് നർച്ചർ ദി ഫെർട്ടിലൈസ്ഡ് എംബ്രിയോസ്. ആ ഒരു എന്താണ് എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്ത ആ മദറിന്റെ ബോഡിയിൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഫെർട്ടിലൈസേഷൻ നടന്നു. പക്ഷെ ആ ഒരു 32 സെൽഡ് സ്റ്റേജ് എംബ്രിയോ സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിനെ നോൺ സർജിക്കലി എടുത്തിട്ട് ഇവിടെ വയ്ക്കും, ഈ ഒരു സറോഗേറ്റ് മദറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസ്ഡ് എംബ്രിയോസിനെ നറിഷ് ചെയ്തിട്ട് അതിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്? ഈ ഒരു സറോഗേറ്റ് മദറിനെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ചൈന ദ വേൾഡ് ഫാം പ്രൊഡ്യൂസ്? വേൾഡ് ഫാം പ്രൊഡ്യൂസിൽ ഇന്ത്യയും ചൈനയും എത്ര കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 25%, ഓപ്ഷൻ സി 50%, ഓപ്ഷൻ ഡി 75%. എത്രയാണ് കൊടുക്കുന്നത്? 25% കൊടുക്കുന്നത്.
Next question, what is the practice of mating animals within the same breed but with no common ancestors? Common ancestors ഒന്നും ഇല്ലാതെ സെയിം ബ്രീഡിൽ നടക്കുന്ന അനിമൽസിന്റെ മേറ്റിങ്ങിനെ എന്തെന്നാണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഔട്ട് ബ്രീഡിംഗ്, ഓപ്ഷൻ ബി ക്രോസ് ബ്രീഡിംഗ്, ഓപ്ഷൻ സി ഇൻബ്രീഡിംഗ്, ഓപ്ഷൻ ഡി ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഏതാണ് എന്തെന്നാണ് വിളിക്കുന്നത്? ഔട്ട് ബ്രീഡിംഗ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്, അവിടെ കോമൺ ആൻസിസ്റ്റേഴ്സ് ഒന്നുമില്ല, സെയിം ബ്രീഡിലുള്ള ഒരു സെയിം ബ്രീഡുകളിലുള്ള മെയിലും ഫീമെയിലും തമ്മിലാണ് ആ ഒരു മേറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. Next question, which breeding method allows the combination of desirable qualities from two different breeds? രണ്ട് ഡിഫറെന്റ് ബ്രീഡ്സിലുള്ള ഡിസൈറബിൾ ക്വാളിറ്റീസ് തമ്മിലൊരു കോമ്പിനേഷൻ വേണമെങ്കിൽ ഏത് ബ്രീഡിംഗ് മെത്തേഡാണ് കൊടുക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ ഇൻബ്രീഡിംഗ്, ഓപ്ഷൻ ബി ഔട്ട് ബ്രീഡിംഗ്, ഓപ്ഷൻ സി ക്രോസ് ബ്രീഡിംഗ്, ഓപ്ഷൻ ഡി ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഏതാണ് കൊടുക്കുന്നത്? രണ്ട് ഡിഫറെന്റ് ബ്രീഡ് ആകുമ്പോൾ അവിടെ ക്രോസ് ബ്രീഡിംഗ് ആണ് വരുന്നത്. എക്കണോമിക് വാല്യൂ ഒക്കെ ഉള്ളത് ആർക്കാണ്? ഈ ക്രോസ് ബ്രീഡിങ്ങിനാണ്. ഞാൻ പപ്പീസിന്റെ കാര്യമൊക്കെ ഈ ഒരു ക്രോസ് ബ്രീഡിങ്ങിന്റെ സമയത്താണ് പറഞ്ഞത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. Next question, what is the technique used to increase the number of viable embryos in a shorter time period? അപ്പോൾ എംബ്രിയോസിന്റെ ആ ഒരു വയബിലിറ്റി കൂട്ടാൻ, ഷോർട്ടർ ടൈമിൽ ആ ഒരു വയബിലിറ്റി കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതെന്നാണ്? ഓപ്ഷൻ എ മൊയറ്റ്, ഓപ്ഷൻ ബി ഇൻബ്രീഡിംഗ്, ഓപ്ഷൻ സി ഔട്ട് ബ്രീഡിംഗ്, ഓപ്ഷൻ ഡി ക്രോസ് ബ്രീഡിംഗ്. ഏതാണ്? മൊയറ്റ് ആണ്. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു വയബിൾ എംബ്രിയോസിന്റെ ഈ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്നത്. Next question, what is the class of domesticated birds used for food for their eggs called? എഗ്സിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ഡൊമസ്റ്റിക്കേറ്റഡ് ബേർഡ്സിനെ എന്ത് വിളിക്കും എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ബേർഡ്സിനെ എന്ത് പറയും എന്നാണ്. ഓപ്ഷൻ എ ലൈവ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി പൗൾട്രി, ഓപ്ഷൻ സി കാറ്റിൽ, ഓപ്ഷൻ ഡി അക്വാകൾച്ചർ. എന്താണ്? പൗൾട്രി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രീൻ റെവല്യൂഷൻ വാസ് ലെഡ് ബൈ. ഗ്രീൻ റെവല്യൂഷൻ നടത്തിയത് ആരാണ്, അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷന്റെ നേതാവ് ആരെന്നാണ്? ഓപ്ഷൻ എ ഡെന്നിസ് റോഡ്മാൻ, ഓപ്ഷൻ ബി നോർമൻ ബോർലഗ്, ഓപ്ഷൻ സി ജെയിൻ ഗോഡാൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് റീഡിംഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷനിൽ നേതൃത്വം കൊടുത്ത ആരാണ്? ഈ ഒരു നോർമൻ ബോർലഗ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നോർമൻ ബോർലഗ് ആണ് ഗ്രീൻ റെവല്യൂഷൻ ലെഡ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ വാസ് ലെഡ് ബൈ. ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ നയിച്ചത് ആരെന്നാണ്? ഓപ്ഷൻ എ ഡെന്നിസ് റോഡ്മാൻ, ഓപ്ഷൻ ബി നോർമൻ ബോർലാഗ്, ഓപ്ഷൻ സി എം എസ് സ്വാമിനാഥൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ആരാണ്? ഓപ്ഷൻ സി എം എസ് സ്വാമിനാഥൻ ആണ്. അപ്പോൾ ഇത്രയായപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ഭാഗം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എക്സാമ്പിൾ കണക്ട് ചെയ്ത് പഠിക്കുക. ആ ഇൻബ്രീഡിങ് ഔട്ട് ബ്രീഡിങ്ങിലുള്ള അതിൻ്റെ കാറ്റഗറീസ് ആയാലും ഒക്കെ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക്